പുളിമാവ് വെട്ടി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായ കവിതയാണ് പുളിമാവ് വെട്ടി. വൃക്ഷങ്ങളുടെ സംരക്ഷണം പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. പുറംപറമ്പിലെ പുളിമാവ് കായ്ക്കുമ്പോൾ കുട്ടികൾക്ക് പൂരം വന്നതുപോലെയാണ് എന്നാണ് കവി പറയുന്നത്. എന്നാൽ ആ മാവിനെ വെട്ടാനുള്ള അച്ചാരം വാങ്ങുകയും ചെയ്തു. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി, ഒട്ടുമാവുകൾ അത് കേട്ടോ തളിർനാക്കുകടിച്ചേ നിൽപ്പായി. മരം വെട്ടാനുള്ള കൽപ്പന കൊടുത്തുകൊണ്ട് ഉടമ ബംഗളാവിൽ ഇരുന്നു. എന്നാൽ അതു കേട്ട ഒട്ടുമാവുകൾ തളിരില കടിച്ചു നിന്നു. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിന്റെ കരയ്ക്കിതു നിൽപ്പു നമ്മുടെ കുടിലിനടയാളം. പച്ചമാങ്ങ വിളഞ്ഞു നിൽക്കുന്ന മാവ് ഒരു വലിയ മലയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ഒരു പാടത്തിന്റെ കരയിലായി നിൽക്കുന്ന പുളിമാവ് ആ കുടിലിന്റെ അടയാളമായിട്ടാണ് കാണുന്നത്. പൂത്തു നിൽക്കുന്ന അളവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർതൻ പൊഴിയും മൃദുഹാസം. മാവ് പൂത്തു നിൽക്കുന്ന വേളയിൽ അത് ദേവന്മാരുടെ ആവാസമാണെന്നും പുലർച്ചയിൽ മാവിൻ്റെ ചില്ലയിലിരുന്ന് അവർ മന്ദഹസിക്കുമെന്നും പറയുന്നു. ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചു കളകളങ്കം, പിച്ച നടന്നൊരു നാൾ മുതലേൽ പൊരുളറിവു നാമപശങ്കം. എന്നാൽ ഉച്ചയ്ക്ക് അവരുടെ കളകളങ്ക ശബ്ദം കേൾക്കാമെന്നും അടിയാൻ പറയുന്നുണ്ട്. പിച്ച നടന്ന നാൾ മുതൽ യാതൊരു സംശയവുമില്ലാതെ ആൾക്കിതെല്ലാം അറിയാം. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥനിന്നാവേശം, മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്ക് കരയാൻ അവകാശം. എന്നാൽ മാവ് മുറിച്ച് പലകയുണ്ടാക്കാൻ ഉടമസ്ഥന് ആവേശമാണെന്നും പറയുന്നു. എന്നാൽ അതിന് മറുത്തു പറയാൻ ആർക്കും അവകാശമില്ല എന്നും കരയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂവെന്നുമാണ് പറയുന്നത്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. പച്ചത്തണലും കൊത്തി പറന്നു പോകാനാണ് പറവകളോട് ആവശ്യപ്പെടുന്നത്. കാരണം ആ മരത്തിൽ താമസിക്കാൻ അവർക്ക് ആരും പട്ടയം കൊടുത്തിട്ടില്ല. കുരുത്ത നാൾ തൊട്ടിന്നോളം തലകുനിച്ചിടാത്തോനീ വൃദ്ധൻ, കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. ജനിച്ച നാൾ മുതൽ ആ മാവ് ആരുടെയും മുന്നിൽ തലകുനിച്ചിട്ടില്ല. എന്നാൽ വലിയ മഴ കൊണ്ട് ആ മരത്തെ വെട്ടുമ്പോൾ ഭൂമി കുലുങ്ങുന്നുവെന്നാണ് കവി പറയുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുന്നതാണ് കവി ഈ ദൃശ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈവന്നോട്ടെ. ാകുന്ന സ്വന്തം അമ്മയുടെ മാറിൽ തീക്കനൽ വീണാലും സാരമില്ല, പണമാണ് ഏറ്റവും വലുതെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തിയും പ്രകൃതിനാശത്തിലേക്ക് അത് വഴിതെളിക്കുന്നത് എങ്ങനെയെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. മാവിന് പൂങ്കുല സമ്മാനിക്കാനായി വരുന്ന പാലക്കാടൻ കാറ്റിനോട് ഒരുപാട് കാലമായിട്ടുള്ള ബന്ധുവായ മാവിനെപ്പറ്റി ചോദിക്കരുതെന്നാണ് പറയുന്നത്. പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും, പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പൂത്തിരി കത്തിച്ച പോലെ ഇനി ആ മാവിൽ മാങ്ങകൾ ഉണ്ടാകില്ലെന്നും പൂന്തേൻ കൂട്ടി സ്നേഹത്തോടെ ഊട്ടാൻ മാങ്ങകൾ ഉണ്ടാകില്ലെന്നും കവി പറയുന്നു. ഇങ്ങനെ ഒരു മാവ് വെട്ടുന്നതിലൂടെ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യന്റെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് കവി വിമർശിക്കുന്നത്.